എങ്ങനെയുണ്ട് ദീദിന്റെ റൂം? ഇവളുടെ റൂം ചെക്ക് ചെയ്യാൻ വന്നാണ്. മറിയ എങ്ങനെയുണ്ട് റൂം? കുഴപ്പമില്ല. ഇനി ബാക്കി സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം ഗായ്സ്. ഹായ് സ്വിച്ച്, ഹായ് സ്വിച്ച് ഇതാ. ഞാൻ അപ്പോൾ എൻ്റെ മോളില് നന്നാക്കാൻ കൊണ്ടുപോവുകയാണ്. ബ്രൈഡാണ് പോലും ബ്രൈഡ്. ഞാൻ വിചാരിച്ചു ഈ ലാസ്റ്റ് ദിവസങ്ങൾ എനിക്ക് സ്കിൻ കെയർ ഒക്കെ നോക്കി ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ സുഖിച്ച് പോലെ കുത്തിരിക്കാണ്. അപ്പം ഇനി ഇവിടുത്തെ എനിക്ക് തരുന്ന പണികളൊക്കെ ഞാൻ കാണിച്ചു തരാം. വാർപ്പിൻ്റെ 2ാം നിലയിൽ കയറി ചപ്പ് വാരുക, പീടിയെ പോയി സാധനം വാങ്ങി കൊണ്ടുവരിക, വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യണം. ദീദി ഈ കോണി വെച്ച് അതിന്റെ മണ്ടയെ കയറി വാർപ്പിന്റെ മുകളിൽ റെഡിയാക്കി. ഇനി അടുത്ത തലേന്നത്തെ പരിപാടിക്ക് ഇനി മെയിനായി തുടരൂ. കാരണം വന്നിട്ട് നമുക്ക് സ്റ്റേജും പ്ലാനും ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ ഇറക്കുന്നുണ്ട്. അപ്പൊ തലേന്നത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെയാണ് സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത്. ഈ പറമ്പിന് നമുക്ക് ഒരു ഹാളാക്കി എടുക്കാം. ഞങ്ങളമാര് സജീവമാവും ഇവിടെ കൊത്താൻ. അങ്ങനെ പന്തൽക്കാരൊക്കെ വന്നു പോയി. ഈ സാധനത്തിന് ഇത്ര ദിവസമായിട്ട് ഡ്രസ്സ് എടുത്തില്ല. ഏട്ടെങ്കിലൊക്കെ പോകാൻ ഇറങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോ കാറിൽ കാറ്റില്ല. അപ്പൊ അങ്ങനെ വിചാരിക്കും സീനായല്ലോ പോകാനല്ലോ. ബട്ട് നമ്മളെടുത്ത് വഴിയുണ്ട് ഗൈസ്. ഇതാണ് അഗാരോടെ ഗാലക്സി പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ. ഇത് കോർലെസ് ആൻഡ് പോർട്ടബിൾ ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. വയറും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ വെച്ചാണോ ആവശ്യം വരുന്നത് അവിടെ വെച്ചിട്ട് യൂസ് ആക്കാം. നമുക്ക് നമ്മുടെ ബാഗിലോ വണ്ടിയിലോ കാറിലോ എവിടെ വെച്ചാണെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യും. ഇതിൽ പവർഫുൾ മോട്ടറാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എയർ ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്ക് ടയർ പ്രഷർ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രഷർ നമുക്ക് അതിൽ പ്രീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിക്കോളും. നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിത് കാറിൽ മാത്രമല്ല ബൈക്കിലും സൈക്കിളിലും ബോളിലൊക്കെ കാറ്റ് ഇറക്കി. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എമർജൻസി LED റെഡ് SOS ലൈറ്റും അവൈലബിൾ ആണ്. നമുക്കത് രാത്രി സമയങ്ങളിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ 4000 mAh റീചാർജബിൾ ബാറ്ററി ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 25 മിനിറ്റ് വരെ ഇത് യൂസ് ചെയ്യും. കൂടാതെ C-ടൈം ചാർജിംഗ് പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനും വളരെ സിമ്പിൾ ആണ്. അപ്പൊ അഗാരോന്റെ ഈ ഒരു കോർലെസ് ടയർ ഇൻഫ്ലേറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കട്ടോ. ദിവസമായിട്ട് ഇവക്ക് ഡ്രസ്സ് എടുത്തില്ല. എന്റെ മമ്മക്ക് ഡ്രസ്സ് എടുത്തിക്കണോ? എന്റെ ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി ഒക്കെ ഡ്രസ്സ് എടുക്കണ്ടേ? അതിന് പോവുക. ഉമ്മക്കും ഉമ്മക്കും ഇതുവരെ ഡ്രസ്സ് എടുത്തില്ല ഗൈസ്. അതല്ല പറയുന്ന ഡ്രസ്സ് എടുക്കാൻ പോവുക. മമ്മക്കും ഉമ്മച്ചിക്കോ ഗൈസ് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. എന്റെ കല്യാണത്തിനേക്ക് ബാക്കിയൊരു ഇതെല്ലായിടത്തും ആയി. ഇനി വെളുതും ഉമ്മച്ചിന്റെ ആവാണല്ലോ ഉമ്മന്റെ. നിങ്ങളും എടുത്തില്ലല്ലേ? ചിട്ടുവാണ് പപ്പ മേക്കൂടി കേറി മറിയ. അപ്പോ ഇനി ചിട്ടുവിനെ മുടി കൊടുക്കണം. ചിട്ടുപ്പന്നേടാ എവിടെ? ചിട്ടുവിനെ മുടി കൊടുക്കാണ്. ഓളുടെ ഒന്നും മുടി വണ്ടിയിൽ നിന്നാ കൊടുക്കുക. വീട്ടിൽ നിന്ന് നേരം ഉണ്ടാവില്ല കൊടുക്കാന്. നമ്മളിന്ന് എവിടെക്കാ പോകുന്നത്? ഡ്രസ്സ് എടുക്കാൻ താമരശ്ശേരി, കൊടുവള്ളി, കുന്നമംഗലം, കോഴിക്കോട്, എവിടാ മിക്കവാറും പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. കണക്ക് വെച്ച്. ഇനി എന്താ പാട്ട് പാടുന്നേ? ഒന്നിങ്ങോട്ട് നോക്ക് എന്റെ സുന്ദരിയടാ. ഇങ്ങോട്ട് നോക്കി ഒന്ന്. ഓള് വണ്ടി വിടുക മുമ്പ് തന്നെ കൊറേ നേരെ അങ്ങനെ തന്നെ നിക്കണ്. അതന്നെ പച്ചോനീന്റെ പൊന്നു കട്ട. ദീദി അലനായിട്ടൊന്ന് കാണിച്ചിണ്ടാ? സുന്ദരിയായോ നോക്കട്ടെ. ഇങ്ങോട്ട് തിരി. ഐലൈനർ കാണിച്ചോട്. ഇങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് ഇന്ന് കാണിച്ചാ ദീദി എങ്ങനെ കാണുക? ചൂടുകൂരു ഹൈലൈറ്റ് ചെയ്യില്ലേ? ഇവിടെ AC മേൽ ഇങ്ങനെ കെട്ടിയൊക്കേണ്ടി വരും. ആവൂല. ഞങ്ങള് ആദ്യം ചോറ് എന്നിട്ട് ഡ്രസ്സ്, അങ്ങനെ നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിട്ട് നിർത്തിയതാണ്. പൊരേന്ന് 1 മണിക്ക് ഇറങ്ങി. പക്ഷെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്ക് ഞങ്ങൾക്ക് കൊടുക്കുന്ന വിശപ്പ്. ഫുഡടി കഴിഞ്ഞിട്ട് ബാക്കി എന്തോലടി ചോറ് എന്നിട്ട് പോയാ മതി വേണ്ടെന്നൊക്കെ പറഞ്ഞു കാറ്റ് വേഗം ചോറ് തിന്നാൻ വന്നിക്ക. സ്വഭാവം മതിയായനും. അതാരാ ചിച്ചിന്? അതാരാ ചിച്ചിന്? സുന്ദരിയുടെ വച്ചോനി. ഐലൈനർ ഇട്ടൊന്ന് കാണിച്ചേരി. എടാ ഐലൈനർ കണ്ണുമേല് എന്താ ഇട്ട്? കണ്ണുമേല് ഒന്ന് കണ്ണമ്മ നോക്കട്ടെ. ഐലൈനർ നോക്കട്ടെടി. പച്ചോനെ ഞങ്ങൾ നാടൻ ഭക്ഷണശാലയ്ക്ക് പോവാണ്. നാടൻ ഫുഡ് കഴിക്കാന്. കാണിച്ചു കൊടുത്ത് നന്മ നാടൻ ഭക്ഷണശാല. പൊരിച്ചമീനാണേ. പൊരിച്ചമീൻ
ചിട്ടെ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തുള്ള എന്താ തിന്നണ നോക്കാം ഒക്കെ പ്രത്യേകം സെലിബ്രിറ്റി ആയതുകൊണ്ട് അല്ല സ്റ്റൂൾമ നോക്കുന്നതിന് ഞാൻ സ്റ്റൂൾമൻ തന്നെ ഇരുത്തിക്കോട് ഓള് വെക്കൂല ഓ വെള്ളം എനിക്ക് വെള്ളം വേണോ അല്ലെങ്കിൽ സംഭാരം വേണോ വെള്ളം ഇവിടെ എല്ലാം ഉണങ്ങിയല്ല ഉള്ളത് ചുട്ടുമില്ല വലിയ ഇല ഓക്കല്ലേ ഇവിടെ നല്ല വാടിയല്ല എല്ലാം വമ്പകാക്കൻ്റെ ഇല മാറ്റി കൊടുക്കാനാ വമ്പക പഴുത്തല ചോറിന്നിട്ട് ലാസ്റ്റ് തിന്നാന് എടി അത് ചോറ് തിന്നാനുള്ള ഇല അടി അടിയാ ചോറ് തിന്നാനുള്ള ഇല ആണ് ആ ഓക്കും എന്തേലും ഒന്ന് കൊടുത്തോട്ടെ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ഇത്തിരി ഓളെല്ലാം ഒന്ന് കുത്തി കൊടുക്കി അതാ പൊന്നൊക്കെ കിട്ടിയല്ലോ അച്ചിരി വെച്ചോടുത്താ മതി അതാ പൊന്നൊക്കെ കിട്ടി സന്തോഷായി ചോറ് വന്നു ഓലം വന്നു ചോറ് കിട്ടി ഇതെന്താ സംഭവം ഇതെത്ര ഒരു അന്താളിപ്പ് എന്താ പൊന്നെ ഇതാരാ ഓരോരുത്തർ വരുന്നുണ്ട് പൊന്നെ എന്തൊക്കെ നോക്കി ഞാനാണല്ല പറഞ്ഞ കുറച്ച് തോനെ സംഭവിച്ചു അത് അന്ന് വർക്ക് ചെയ്ത് പിന്നെ വർക്ക് ചെയ്തില്ല അത് സ്വിച്ചിന്റെ അടുത്ത് പിന്നെ റെഗുലേറ്റർ ചോറിന് പപ്പടം വന്നു മുകളില് പിന്നെ അത് ഞാൻ തൊട്ടാൽ ഞങ്ങൾ തിന്നതിന്റെ ഇടയിൽ ചിട്ടുവിനെ ശ്രദ്ധിക്കാൻ മറന്നുപോയി അതെന്താ ചിട്ടോ അത് ചിട്ടോ പായസം മോളെ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാ തിന്നാനെന്നാ ഒന്ന് ഇവിടെ വന്നാ മതി അയ്യോ ചാടി പോണോ നോക്കേ അതൊന്നും എടുത്ത് കുടിപ്പിച്ചെടുത്തോക്ക് സാധനം കാണിച്ചുതരാ ഹലോ ഹലോ ടിഷ്യൂ വെച്ചായിഷ് ഓള് വെക്കും നോക്കിക്കളിയാ നോക്കിക്കളിയേ നല്ലോണം തിരി ചുട്ടോ ഇങ്ങോട്ടൊക്കെ അല്ല പച്ചോനെ ടിഷ്യൂ വെച്ച വലിയ ബുഗു എന്റെ ബാഗിൽ എന്താ ഇനി നമുക്ക് വാട്സ് ഇൻ മൈ ബാഗ് നോക്കാം ഇതിന്റെ ബാഗിൽ എന്തൊക്കെയാണുള്ളത് പിന്നെ എവിടെ സുന്ദരിയുടെ എവിടെ പപ്പല്ല സുന്ദരിയടാ അതിന് ചിട്ടുമാണ് മമ്മക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇവിടെ കുറേ ഡ്രസ്സ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമല്ലോ ഇതെടുക്കോ ഇതെടുക്ക ഇങ്ങോട്ട് നോക്കി പിന്നെ ചിട്ടു ഡ്രസ്സ് നോക്കാൻ വന്നാൽ ഗൈസ് ഇത്രയോളം എടുത്തിട്ടിട്ട് ഇതുവരെ ഒക്കെ ഒന്നും പറ്റിയില്ല ഇവിടെ വരുത്തി ലിപ്സ്റ്റിക് ഇട്ട് മതിയായില്ല ലിപ്സ്റ്റിക് ഇട്ട സുന്ദരിയാ നോക്കട്ടെ ക്യൂട്ട് തരാൻ വരുന്നത് ആക്കണ് ഇട്ടുണ്ടോ ഇട്ടുണ്ടോ വൈൽഡല്ലേ എന്ത് പണിയാ ചെയ്ത് ഇതെല്ലാവരും അങ്ങനെ ഒന്നുമേ അധികം കൊടുത്താൽ മറ്റേ കോളാക്കും ഞങ്ങളങ്ങനെ ആദ്യ ഷോപ്പിൽ നിന്ന് ഇറങ്ങി സക്സസ്ഫുള്ളി ഇറങ്ങിയിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് അടുത്ത ഷോപ്പുകൾ നോക്കാം